ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുമ്പോൾ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഈ റിയാക്ഷൻ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാര്യത്തെയും അല്ലെങ്കിൽ യാതൊരു തമാശയെയും അതിനെ നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് കാണുന്ന ഒരാൾ എന്നെനിക്ക് തോന്നിയിട്ടുള്ള ഒരാളിൻ്റെ വീഡിയോയെക്കുറിച്ച് ഞാനിന്നൊരു റിയാക്ഷനാണ്. കാരണം പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വ്ളോഗറാണ് ഉണ്ണി വ്ളോഗ്സ്. പറയുന്ന നമുക്ക് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. പൃഥ്വിക്ക് തരുണിൻ്റെ ട്യൂഷൻ ഇതാണ് പുള്ളിയുടെ ഹെഡിങ്. അപ്പോൾ ഈ ട്യൂഷൻ്റെ ഡയലോഗ് ഇതിനകത്ത് തിയേറ്ററിൽ റിവ്യൂവിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്. അതുകൊണ്ട് എനിക്കത് റിയാക്ഷൻ ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോ ആണെങ്കിൽ ഞാൻ സൈഡിൽ പ്ലേ ചെയ്തിരിക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തരുൺമൂർത്തി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് പൃഥ്വിരാജിന്റെ അടുത്ത് മുരളി ഗോപിയുടെ അടുത്തൊക്കെ പോയി ഒരു ട്യൂഷൻ എടുക്കാൻ പറയുന്നത്. ഇതിനകത്ത് വാർത്താളം അടിക്കുന്നല്ല സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുന്നു ഞാനാണ് ആ ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ തന്നെ അതിൻ്റെ ഹെഡിങ് തന്നെ പൃഥ്വിക്ക് തരുണിൻ്റെ ട്യൂഷൻ എന്നാണ്. അപ്പം പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എല്ലാം ഒന്നും കേൾക്കാൻ പറ്റില്ല, കാരണം കുറേ ലെങ്ത് ഉള്ള വീഡിയോ ആണ്. നമുക്ക് അത്രയും വീഡിയോ ലെങ്ത് ആയിട്ട് ഇടാൻ പറ്റൂല. അപ്പം നമുക്ക് ആ വീഡിയോ എന്താണെന്നൊന്ന് കേട്ട് നോക്കാം. തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും റിലീസായതിനു ശേഷം ഇപ്പോൾ അടുത്തൊരു ലെവലിൽ സൈബർ ബുള്ളിങ് തുടർന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനെതിരെയാണ്. പൃഥ്വിരാജ് എമ്പുരാൻ സിനിമ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ തുടങ്ങിയതൊന്നല്ല, കുറെ കാലങ്ങളായി അദ്ദേഹത്തിനെതിരെയുള്ള അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ റിലീസായതിനു ശേഷം സംഘം കാവലുണ്ടായിരുന്നു. അതിന്റെ പേരിലുള്ള തെറിവിളികൾ, അയാളെ ജിഹാദിയാക്കി മാറ്റുന്നു, അയാൾ തീവ്രവാദിയാവുന്നു, തീവ്രവാദ ഫണ്ട് ഉപയോഗിക്കുന്നു, ED വെച്ച് വരെ കൂട്ടാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴാണ് തുടരും റിലീസാവുന്നത്. തുടരും റിലീസാവുന്നതിന് മുമ്പ് തരുൺമൂർത്തി ആയിരുന്നു എല്ലാവരും കൂടി വട്ടം വെച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിന് റിലീസ് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നു, ഇയാൾക്ക് ഇത് ഇറക്കാൻ ഉദ്ദേശമില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു തരുൺമൂർത്തി എന്ന് പറഞ്ഞു. കൂട്ടാൻ പറ്റിയില്ലല്ലോ, ആ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കമന്റുകളും തരുൺമൂർത്തിയുടെ അടുത്ത് ട്യൂഷന് പോവുക, തുടരും സിനിമ കുറെ ആവർത്തി കണ്ടു നോക്കുക, പിന്നെ ആന്റണി പെരുമ്പാവൂരിനെതിരെയുള്ള അറ്റാക്കും ഉണ്ട്. ഇങ്ങനെയാണ് പുള്ളി പറയുന്നത്. ഞാൻ ഒരു സത്യം പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരുപോലെ വിശ്വസിക്കാത്ത ഒരുത്തനാണ്. 3 രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ ഉറപ്പിച്ച് പറയാം. ഞാനൊരു സംഖ്യയല്ല, ഞാനൊരു BJP പ്രവർത്തകരോ BJP അനുഭാവിയോ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. പിന്നെ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത്, ഒരിക്കലും ഞാൻ ഈ സിനിമയുടെ രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഗുജറാത്ത് കലാപം പോലും എനിക്കെന്താണെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഗുജറാത്ത് കലാപത്തിനെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. റിവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. എനിക്കറിഞ്ഞൂടെ ഈ സിനിമ കണ്ട സമയത്ത് അത് ഇതാണെന്നോ ഗുജറാത്ത് കലാപമാണെന്നോ മറ്റേതാണെന്നോ എനിക്കറിഞ്ഞൂടെ. ഞാൻ സിനിമ കണ്ടിട്ട് ഉടനെ വന്ന്, നിങ്ങൾക്ക് വീഡിയോ നോക്കി അറിയാൻ പറ്റും, ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഉടനെ വന്ന് റിവ്യൂ ഇട്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഈ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഒരു സിനിമ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങി വന്നതിന് ശേഷം അവർ പറയുന്നത് അവർക്ക് എമ്പുരാനേക്കാളും ഇഷ്ടപ്പെട്ടു, എമ്പുരാനിൽ നിന്നും പ്രതീക്ഷ ഇതിൽ നിന്ന് കിട്ടി എന്ന് എല്ലാവരും 90% കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 100% പേർക്കും ഈ സിനിമ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല. ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ ആയിരിക്കാം ചിലപ്പോൾ. അതായിരിക്കും ഈ ഉണ്ണിച്ചേട്ടന് അല്ലെങ്കിൽ ഉണ്ണിക്ക് അത് ഇഷ്ടപ്പെട്ടത്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമയ്ക്കെതിരെ നെഗറ്റീവായിട്ട് പറഞ്ഞത്. പക്ഷേ തുടരും നടന്ന സിനിമ എനിക്ക് അതിമനോഹരമായി ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ അതിൽ ഞാൻ രാഷ്ട്രീയം കണ്ടിട്ടല്ല ഈ 2 സിനിമയിലും എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടായിരുന്നു, നമ്മുടെ അവൻ്റെ പേരെന്താന്ന് പറയുന്നത്, ബിഗ് ബോസിൻ്റെ വിന്നറായ അഖിൽ മാരാറിൻ്റെ ഒരു സിനിമയാണ് ഡയറക്ഷൻ ചെയ്ത്. ആ സിനിമയിൽ പുള്ളി ഡയറക്ഷൻ ചെയ്ത ഒരു സിനിമയുണ്ട്, ഒരു താത്വിക അവലോകനം. അതിനകത്ത് സംഗീതം എടുത്തുകൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ സിനിമ നല്ല രീതിയിൽ ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഈ സിനിമ എനിക്ക് വേറൊരു ജാതിയോ ഒരു മതമോ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമല്ല. ഞാനൊരു ലാലേട്ടൻ സിനിമ കാണാൻ പോയപ്പോൾ എനിക്കതിന് ലാലേട്ടൻ സിനിമ കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്കതിൽ. കാരണം ഞാൻ ഈ ലൂസിഫർ കണ്ട് പ്രതീക്ഷിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ കാണാൻ പോകാം, സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആയത്, അങ്ങനെയൊക്കെയുള്ള കഥകളായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് പോയി കണ്ടപ്പം കിട്ടിയത് ഇങ്ങനത്തെ ഒരു വളിച്ച സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അങ്ങനെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടാത്തത്. അതിന് ജാതീയത, മത അങ്ങനെയൊക്കെ കുറേ എണ്ണം അത് വെളിയിൽ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഗുജറാത്ത് കലാപമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സിനിമ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ തുടരും സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഡേ നോക്കണ്ട, 4ാമത്തെ ഷോ, അഞ്ചാമത്തെ ദിവസത്തെ അല്ലെങ്കിൽ 4ാമത്തെ ദിവസത്തെ തിയേറ്റർ റെസ്പോൺസ് നോക്കിയാൽ അതിൽ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ ഒന്ന് പറയുന്നത് എമ്പുരാനിൽ നിന്നും പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്തത് ഇതിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം
എല്ലാവരും എമ്പുരാനിൽ നിന്ന് പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മോഹൻലാലിന്റെ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള നമുക്ക് പെർഫോമൻസ് കാണാൻ പറ്റി. ഹൃദയം നിറഞ്ഞുള്ള പെർഫോമൻസ് നമുക്ക് തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ പറ്റിയപ്പോഴത്തേക്കും നമ്മൾ തുടരുവിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എമ്പുരാനിൽ അത് കിട്ടിയില്ല. എമ്പുരാനിൽ കുറേ രാജ്യങ്ങളും കുറേ കടലുകളും കുറേ മരുഭൂമികളും കാണിച്ച് കുറേ ദൃശ്യഭംഗിയുള്ള ഈ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു അല്ലാതെ ആ സിനിമയ്ക്കകത്തൊരു നല്ല രീതിയിലുള്ള കഥയോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൂസിഫർ പോലൊരു കെട്ടുറപ്പുള്ള തിരക്കഥ ഇല്ലാതെ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയി കുറേ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ആ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഡയറക്ഷൻ ഇപ്പം അതിൻ്റെ സിനിമാറ്റോഗ്രാഫി കൊള്ളാം, ക്യാമറ വർക്ക് കൊള്ളാം, ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ഘടകങ്ങളും കൊള്ളാം. പക്ഷെ അതിനകത്തുള്ള കഥ കൊള്ളൂല. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഡയറക്ടറിന്റെ പിഴവാണ്. അല്ലാതെ ടെക്നിക്കൽ ടീമുകളിലെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടും സിനിമയായിട്ട് കാണാൻ ആൾക്കാർക്ക് കഴിയാതെ പോയത് ഡയറക്ഷൻ പിഴവ് തന്നെയാണ്. അതിന് പൃഥ്വിരാജിനെ പഴിച്ച് തന്നെ ആകണം. എന്നാൽ നമ്മൾ ലൂസിഫറിൽ പൃഥ്വിരാജിനെ പഴിക്കുന്നില്ല. നല്ല ഡയറക്ഷനാണ്. മോഹൻലാലിനെ യൂസ് ചെയ്തിട്ടുണ്ട്. 45 മിനിറ്റാണ് മോഹൻലാൽ ഉള്ളത്. ഇപ്പോൾ നമുക്കത് തോന്നൂല. അതുകൊണ്ട് പൃഥ്വിരാജിനെ നമ്മൾ പഴിക്കുന്നില്ല. ആ സിനിമ കൊള്ളൂല. നമുക്ക് അങ്ങനെ പറഞ്ഞ് പറ്റിച്ചത് കൊണ്ടുള്ളൊരു അമർഷമാണ്. കാരണം ഇത്രയും പ്രൊമോഷൻ കൊടുത്തിട്ട് എമ്പുരാൻ മറ്റേതാണ് മറിച്ചതാണ് എയറോപ്ലെയിൻ ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചതിന് പകരമായിട്ടാണ് നമുക്കത് ഇഷ്ടപ്പെടാത്തത്. അത്രയ്ക്ക് വെറുത്ത് പോയി പൃഥ്വിരാജിന്. അല്ലാതെ ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ആരും പറക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരൻ എന്തിനേയും ജാതീയതയായിട്ടാണ് കാണുന്നത്. ആരെങ്കിലും നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓരോരുത്തരെ കളിയാക്കുന്നതും കരിവണ്ട് മറ്റേതെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ ഇറങ്ങിയിട്ട് മനുഷ്യന്റെ തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിച്ചിട്ട് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് 5-6 ഡയലോഗുകളൊക്കെ അടിച്ച് കയറി വരും. അതൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേരുണ്ട്. അപ്പം എന്തായാലും തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കുറച്ചൊക്കെ ആൾക്കാർ പോസിറ്റീവ് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഒരു നല്ല സിനിമ ഇല്ലാതെ പോയപ്പോഴത്തേക്കും കിട്ടിയ ഒരു സാധനത്തിനെ അവർ കോരിക്കുളിപ്പിച്ച് കൊണ്ടു നടന്നതാണ്. ഇപ്പം തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി പണ്ട് ലാലേട്ടൻ ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. എമ്പുരാനിലൂടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് തുടരുമെന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം അവർക്ക് മനസ്സിലായി എന്നതാണ് സത്യം. അത് തന്നെയാണ് കാര്യം. അല്ലാതെ ഇതിനകത്ത് ഒരു ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും കുത്തിക്കയറ്റിക്കൊണ്ട് വരണ്ട. ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ല. എനിക്ക് എമ്പുരാൻ സിനിമ ഇഷ്ടപ്പെടാത്തത് ഞാനൊരു മതവിഭ്രാന്തനായിട്ടുള്ള ഒരു സംഘിയായിട്ട് ആയതുകൊണ്ടല്ല. ഞാനൊരു സംഘവിരോധി എന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു സംഘിയല്ല, ഞാനൊരു സംഘവിരോധിയുമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളാണ്. പക്ഷെ അവരും കള്ളന്മാരാണ്, ഇവരും കള്ളന്മാരാണ്, മറ്റവരും കള്ളന്മാരാണ്, 3 പേരും കള്ളന്മാരാണെന്നുള്ള ചിന്ത നമുക്ക് മനസ്സിൽ വന്നതിന് ശേഷം നല്ല ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് കൊടുക്കുന്നുള്ളതല്ലാതെ പാർട്ടി നോക്കി വോട്ട് കൊടുക്കുന്ന പരിപാടി നിർത്തി. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു പാർട്ടിയുമില്ല, ഒരു സംഘത്തിൻ്റെയും ഇതിൻ്റെ അല്ല ഞാൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും തെളിയിക്കാം. പക്ഷെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും എന്നുള്ളതല്ലാതെ ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് യാതൊരു മലയാളിയും പോലും എനിക്കൊരു ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കണ്ടായിരുന്നു തോന്നിപ്പോവാൻ ഇങ്ങനെ സ്വഭാവം കാണുമ്പോൾ അതുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നല്ലത് കണ്ടാൽ നല്ലത് പറയും. അല്ലാതെ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല സിനിമ കൊള്ളാമോ കൊള്ളില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫാൻസം പോലും നോക്കാറില്ല. നമ്മളൊരു മമ്മൂട്ടി ആരാധകനായിരുന്നിട്ട് പോലും നിങ്ങൾ കണ്ടതാണ് നമ്മൾ തിയേറ്ററിൽ എങ്ങനെയാണ് നമ്മൾ റിവ്യൂ കൊടുത്തത്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പടം കൊള്ളൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതേപോലെ ഇഷ്ടപ്പെടാത്ത സിനിമ ഒരു രീതിയിൽ നമുക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറയാനും പറ്റൂല. അതാണ് സത്യാവസ്ഥയായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം. ഓക്കെ.